പോരാളികളാണിവർ. എത്ര പറഞ്ഞാലും മതി വരില്ല ഇവരുടെ സേവനം. നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ സ്കൂബ ടീം. ടെക്നിക്കൽ ഡയറക്ടർ റാഷിദ്, ടീം അംഗങ്ങളായ അനു എസ് പി, സുഭാഷ് കെ ബി, ഡിനുമോൻ വി, സുനയൻ കെ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. 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 ശ്രീ റാഷിദാണ് നടക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഞാൻ അബ്ദുൾ റഷീദ്, ഫയർഫോഴ്സിൻ്റെ റീജിയണൽ ഫയർ ഓഫീസറാണ്, തിരുവനന്തപുരം റീജിയണൽ ഫയർ ഓഫീസർ. ഓക്കെ, ഇടതുവശത്തിരിക്കുന്നത് ഞാൻ ഗ്രേഡ് അസിസ്റ്റന്റ് ഓഫീസറാണ്, സ്കൂബ ഡൈവിംഗ് ടീമിലെ മെമ്പർ. ഞാൻ സുഭാഷാണ് സാർ. ഓക്കെ, സുഭാഷ്. ഓക്കെ, രണ്ടാമത്തെ ആൾ സുജയനാണ്. സുജയൻ, സീനിയർ ഫയർ ഓഫീസർ, ഗ്രേഡ് മെക്കാനിക്. സുജയൻ, സുനയനല്ല, സുജയൻ. സുജയനാണ്. ഓക്കെ, ഞാൻ സുജയൻ എന്നാണ് അങ്ങേ ലൈവിൽ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് സുനയൻ എന്ന് കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. താങ്കളല്ലേ അത്? താങ്കൾ ചിത്രം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ റാഷിദിൽ നിന്ന് തുടങ്ങാം എന്ന് തോന്നുന്നു. എല്ലാവർക്കും കേരളത്തിനൊരു ബിഗ് സല്യൂട്ട്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ ടി വി പ്രസാദ് പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ഒരു പ്രാഥമിക ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ടീമിലേക്ക് എത്തി വീണ്ടും ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ മടങ്ങിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് ചോദിക്കാം. അത് പ്രേക്ഷകർ കൂടി അറിയേണ്ടതാണ്. എത്രമാത്രം ദുർഘടമായിരുന്നു നിങ്ങളുടെ ഈ ഉത്തരവാദിത്വം എന്നുള്ളത്. റാഷിദ്, എത്ര മണിക്കൂർ ശരിക്കും നമ്മളവിടെ ചെലവഴിച്ചിട്ടുണ്ടാവും? നമ്മൾ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത് 13-ാം തീയതി രാവിലെ 11:02 നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. ആ 11:02 നമ്മൾ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ ഏതാണ്ട് നമുക്ക് 5 മിനിറ്റിനകത്ത് അവിടെ എത്താൻ സാധിക്കും. അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് നമ്മൾ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അതായത് 2 ദിവസത്തിന് പുറത്ത് 2 ദിവസം നമ്മൾ ഈ രക്ഷാപ്രവർത്തനം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഈ റാഷിദ്, നമുക്കൊപ്പം അനുവും സുഭാഷും ഡിനുവും സുജയനും ഉണ്ട്. ഇതിൽ എത്ര പേരാണ് ആ മാൻഹോളിലേക്ക് ഇറങ്ങിയത്? എനിക്ക് തോന്നുന്നു ഞാൻ സുജയനെ കണ്ടിരുന്നു. കാര്യം ഞാൻ തുടർച്ച രാവിലെ ലൈവ് ചെയ്യുന്ന സമയത്ത് സുജയനും വിജിനും പിന്നെ മറ്റൊരാൾ സന്തോഷും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്. സുഭാഷാണോ ഇതിന് നേതൃത്വം നൽകിയത്, ഈ സ്കൂബ ഡൈവിംഗ് ടീമിന് നേതൃത്വം നൽകിയത്? അതെ സാർ, അതെ. നമ്മുടെ മൊത്തം നമ്മൾ 43 പേരാണ് അവിടെ വെള്ളത്തിലും ടണലിലുമായിട്ട് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീമിന് നേതൃത്വം നൽകിയത് ശ്രീ സുഭാഷാണ്. സ്കൂബ ഡൈവിംഗ് ടീമിലെ 11 പേരാണ് ഈ ടണലിനുള്ളിലേക്ക് ഡൈവ് ചെയ്തത്. ഒരേ ആൾക്കാരല്ല എപ്പോഴും ഡൈവ് ചെയ്യുന്നത്. നമ്മൾ 3 പേര് വീതം അതാണ് 3 പേരുടെ ഒരു ടീമാണ്. 2 പേര് ഡൈവ് ചെയ്യും, ഒരാൾ സർഫസ്മാനായിട്ട് നിൽക്കും. അതാണ് നമ്മുടെ വർക്കിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അത്തരത്തിൽ നേതൃത്വം നൽകിയത് സുഭാഷാണ്. നമ്മുടെ 11 പേര് മൊത്തം ഡൈവ് ചെയ്തു, ബാക്കിയുള്ള ആൾക്കാർ സർഫസിൽ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, സുഭാഷ്, ഈ പലതരത്തിലുള്ള ഡൈവിംഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, പലതരം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും. തെളിഞ്ഞ വെള്ളത്തിൽ, ഒഴുകുന്ന പുഴയിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലൊക്കെ. പക്ഷേ ഇതുപോലെ ഒരു മലിനജലത്തിലോ മാലിന്യമുള്ള സ്ഥലത്തോ ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ ഇത്തരത്തിലൊരു ഡൈവിംഗ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് സുഭാഷ്? അല്ല സാർ, അല്ല. ഞങ്ങൾ ഇതേ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇതിൽ കൂടുതൽ 3-4 രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ അറിയപ്പെട്ടത് ഇതാണെന്നുള്ളതേ ഉള്ളൂ സാർ. ഇതുപോലെ തന്നെ വളരെ ഭീകരമായിരുന്നു ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങളും. പായലിനടിയിൽ അകപ്പെട്ടു പോയ ആളുകൾ കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുന്നേ തന്നെ സാറ് ഇവിടെ ആസാമിൽ നിന്ന് വന്നൊരു തൊഴിലാളി വെള്ളത്തിലകപ്പെട്ടിരുന്നു. ഈ ആമയിഴഞ്ചാൻ തോടിൽ തന്നെയാണ്. അത് വളരെ പാടുപെട്ടാണ് ഞങ്ങളന്ന് എടുത്തത്. ഇതുപോലെ തന്നെയുള്ള വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു ജോബായിരുന്നു അന്ന്. അതും ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. സുഭാഷ്, ഈ ഇറങ്ങാൻ പോകുന്ന സമയത്തെ ഈ ആമയിഴഞ്ചാൻ തോട് കാണുമ്പോൾ കറുകറായിരിക്കുകയാണ്. നമ്മളിത് രാവിലെ സംപ്രേഷണം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ആ ഭാഗത്തെ വെള്ളം നമുക്ക് കാണാൻ പറ്റില്ല. 0 വിസിബിലിറ്റിയാണ് ഇന്നലെ നിങ്ങൾ പറഞ്ഞതുപോലെ. അപ്പോൾ ആ വെള്ളം കാണുന്ന സമയത്ത് അതിനുള്ളിലൊരു ജീവനുള്ളത് തിരിച്ചു പിടിക്കുകയും വേണം, ഈ വെള്ളത്തിൽ ഇറങ്ങുകയും വേണം. ചുറ്റുപാടുമുള്ളത് മുഴുവൻ മലിന വസ്തുക്കളുമാണ്. എന്തായിരുന്നു അപ്പോൾ ഒരു മനസ്സിലുണ്ടായിരുന്നത് സുഭാഷ്? സാർ, ഒരു ഫയർ സർവീസുകാരനെന്ന നിലയിൽ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ജീവന് മാത്രമേ നമ്മൾ വില നൽകാറുള്ളൂ. നമ്മുടെ കാര്യം പോലും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മളവിടെ കാണുന്നത് വേസ്റ്റിൻ്റെ ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. പക്ഷേ അതിനടിയിലാണ് ഒരാൾ അകപ്പെട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് അയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സ്കൂബ ടീം എല്ലാവരോടും കൂടെ ആലോചിച്ചു എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ ഒരു വഴി ഉണ്ടാക്കണം. ഇദ്ദേഹത്തെ കണ്ടെത്തണമെങ്കിൽ അവിടെ ഒരു വഴി ഉണ്ടാക്കണം. അതിന് നമ്മളിവിടെ ഇറങ്ങിയാലേ പറ്റൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അത് ആദ്യം കണ്ട ഒരു വഴിയുണ്ടാക്കാനായിട്ട് അതിന് മുന്നിൽ കണ്ടിരുന്ന ചവറെല്ലാം
ഒരു നെറ്റിലാക്കി മുകളിലോട്ട് വലിച്ചു കയറ്റാൻ പറയുകയായിരുന്നു. അങ്ങനെ ഞങ്ങളും മറ്റു തൊഴിലാളികളുടെ സഹായത്തോടു കൂടി ഇത് വലിച്ച് മുകളിലേക്ക് കയറ്റിയതിന് ശേഷം നമ്മളവിടെ ഒരു എൻട്രൻസ് ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത്. സുഭാഷ്, ആ എൻട്രൻസിന് തൊട്ട് മുന്നിൽ നിങ്ങൾ അവിടെ എത്തുന്ന സമയത്തും തന്നെ വലിയ മാലിന്യ കൂമ്പാരം ഉണ്ട്. അത് മുഴുവൻ നിങ്ങൾക്ക് മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ആ ടണലിനുള്ളിലേക്ക് നിങ്ങൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണ് സുഭാഷ്? സർ, ടണലിനുള്ളിലേക്ക് നോക്കുമ്പോൾ ഈ സ്ലാബിന് അടിയിലായിട്ട് ഏകദേശം ഒരു 3 അടി ഘനത്തിൽ വേസ്റ്റിൻ്റെ ഒരു കോൺക്രീറ്റ് പോലെയുള്ളൊരു ഭാഗമാണ് കാണുന്നത്. ഈ കോൺക്രീറ്റിൻ്റെ അടിയിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോൺക്രീറ്റ് ഇതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനകത്തേക്ക് എങ്ങനെ കടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങോട്ട് കടന്നു നോക്കാൻ ശ്രമിക്കുമ്പോൾ താഴെയും ഇതുപോലെ തന്നെയുള്ള വേസ്റ്റാണ്, മുകളിലും വേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലമല്ല അത്. അപ്പോൾ ഇദ്ദേഹത്തെ ഒഴുക്കിക്കൊണ്ട് പോകാനാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല ഒഴുക്കുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത്രയും വേസ്റ്റ് കിടക്കുന്നതുകൊണ്ട് ഇതിലെവിടെയെങ്കിലും തങ്ങി നിൽക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനകത്തേക്ക് കടക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ 2 ഡൈവേഴ്സിനെ എങ്ങനെ കടക്കാമോ എന്ന് ഞങ്ങൾ കൂടി ആലോചിക്കുകയായിരുന്നു. നമ്മുടെ റീജിയണൽ ഫയർ ഓഫീസർ സാറ് ആ സമയത്ത് അവിടെ ഉണ്ട്. അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സുരക്ഷിതമായിട്ട് എത്രയും പെട്ടെന്ന് ചെയ്ത് അയാളെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങളുടെ വളരെ ആക്റ്റീവായിട്ടുള്ള ഞങ്ങൾ 2 ഡൈവേഴ്സിനെ അകത്തോട്ട് വിടാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു ഞാൻ. അതിൽ എനിക്കൊന്ന് സുഭാഷ്, ഈ സുജയനും സന്തോഷും ഇറങ്ങുന്നത് നമ്മൾ ലൈവായിട്ട് തന്നെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു ആ മാനുഹോളിൽ ഇറങ്ങാൻ വേണ്ടി. ഞാൻ സുജയനിലേക്ക് കൂടി ഒന്ന് പോയ